റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 24-ാമത്തെ വാക്യം. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ആമേൻ. സർവശക്തനായ കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. വിശ്വാസ ജീവിതമെന്ന അമൂല്യ ജീവിതാനുഭവത്തിൽ കർത്താവിനാൽ യാഥാർത്ഥ്യമായിരിക്കുന്ന അനുഗ്രഹീതമായ ഒരനുഭവമാണ് പ്രത്യാശ. പ്രത്യാശ എന്നതോ അർഹമായി ദൈവം തരുന്ന ദൈവത്തിൻ്റെ വരദാനമാണ്. ഏതുമില്ലാത്ത, ഒന്നുമേ ഇല്ലാത്ത, അവഗണിക്കപ്പെടുന്ന, ഒരു സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ കർത്താവ് തൻ്റെ കൃപയാൽ തരുന്ന അനുഗ്രഹീത സാന്നിധ്യമാണ് പ്രത്യാശ. ആർക്കും കർത്താവിൽ ആശ്രയിക്കുന്ന ദൈവമക്കൾക്ക് ജീവിതത്തിൽ ദൈവദത്തമായി ലഭിക്കുവാൻ പോകുന്ന അനുഗ്രഹീതമായ അനുഭവമാണ് പ്രത്യാശ. ഇത് കാണും പോലെയല്ല, കാണുവാൻ കഴിയുന്നതുമല്ല, അതിനതീതമാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും സകലവും യാഥാർത്ഥ്യമാക്കുന്ന അനുഭവമാണ്. അതിനാൽ ജീവിതത്തിൻ്റെ ഏത് താഴേക്കിടയിലായിരിക്കുന്നവർക്കും ദൈവാശ്രയത്തോടെ പ്രത്യാശയ്ക്ക് വകയുണ്ട്. പ്രത്യാശ എന്നത് ആശിക്കുന്നതായ കാര്യങ്ങളെ ദൈവാശ്രയത്തിലൂടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതാണ്. കാണുന്ന ലോകത്തെ ആശ്രയിക്കുന്നതല്ല, കാണാത്തതിനായി പ്രത്യാശിക്കുന്നതാണ്, അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നതാണ് ദൈവാനുഗ്രഹം. 38 വർഷക്കാലം കുളക്കരയിൽ ആയിരുന്ന മനുഷ്യൻ ജീവിതത്തിൽ കരഗതമാക്കിയതാണ് തൻ്റെ പ്രത്യാശയുടെ യാഥാർത്ഥ്യം. വിശ്വാസ ജീവിതത്തിൽ പ്രത്യാശയോടെ ആയിരുന്നു ദൈവദത്തമായി ദൈവിക വരദാനങ്ങളെ പ്രാപിച്ച് അനുഗ്രഹീതരാകുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയുള്ള പിതാവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, പ്രത്യാശയില്ലാതിരുന്ന സ്ഥലത്ത് പ്രത്യാശ നൽകി, പ്രതീക്ഷിക്കാത്ത നന്മകൾ നൽകി ഇന്നും ഞങ്ങൾ അനുഗ്രഹിച്ച അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ക്ഷമയോടെ പ്രത്യാശയോടെ കാത്തിരുന്ന് കർത്താവിനാൽ അനുഗ്രഹീതരായി തീരുവാൻ സഹായിക്കണമേ. അത് കണ്ണുകൊണ്ട് കാണുവാനോ ചെവി കൊണ്ട് കേൾക്കുവാനോ കഴിയുന്നതിന് അതീതമാണ്. ഈ ലോക ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ വിജയം പ്രാപിക്കുന്നതിന് ലഭ്യമാകുന്ന വരദാനമാണ്. ആ പ്രത്യാശയാൽ ഞങ്ങൾ ജീവിക്കട്ടെ നാഥ. ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ തലമുറകളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും ഞങ്ങളുടെ സമൂഹവും ഒക്കെ അനുഗ്രഹീതരാകുവാൻ അങ്ങ് കാക്കണമേ. അങ്ങേലുള്ള പ്രത്യാശയോടെ ഒരു ക്ഷമയോടുള്ള കാത്തിരിപ്പ് ഞങ്ങൾക്ക് നൽകണമേ. ആ കാത്തിരിപ്പിൻ്റെ അവസാനം എന്നത് നിരാശയല്ല, ആശ്രയത്തോടെ അനുഗ്രഹീതരായി തീരുന്ന ദിവ്യബന്ധമായിട്ടത് മാറുവാൻ ഇടവരുത്തണമേ. ഈ ബന്ധം ഞങ്ങളിൽ നൽകണം, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങൾ നൽകണം. കർത്താവിനാൽ അനുഗ്രഹീതരായി തീരുവാൻ അതിലൂടെ സഹായിക്കണം. ഞങ്ങൾ അതിലൂടെ രക്ഷ പ്രാപിച്ചവരായി തീരുവാൻ സഹായിക്കണമേ. ആയതിലേക്ക് ഞങ്ങളുടെ ക്രൂശിൻ്റെ മറവിൽ പ്രത്യാശയോടുകൂടെ ഉയരങ്ങളിലേക്ക് നോക്കുന്നു. രക്ഷ ദാനം ചെയ്യണമേ. കാത്തിരിക്കുന്ന നാഥ, കാത്തിരിപ്പിന് അനുഗ്രഹകരമായ അനുഭവത്തെ പ്രദാനം ചെയ്യണമേ. വിനയപ്പെടട്ടെ നാഥ, ആശീർവദിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മ സംസർഗം നമുക്ക് തുണയായിരിക്കുമാറാകട്ടെ. ആമേൻ.